ഞാൻ എൻ്റെ 10 വയസ്സിൽ ഇവരൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് കമലഹാസൻ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് PR താല്പര്യമില്ല. എൻ്റെ ഓർഗാനിക്കായിട്ട് വരട്ടെ, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസവും. നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ PR വേണം. എനിക്ക് PR വർക്കൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയിൽ എന്തെങ്കിലും വേണം. അതിൽ വിമർശനം കണ്ടെത്തിയവന്മാരോടൊക്കെ ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയാൻ ആഗ്രഹിച്ചല്ല. പക്ഷേ അയാളൊരു മോശം ആക്ടർ, അയാൾ നല്ല ആക്ടറാണ്, അയാൾ എന്തിനാ അഭിനയിച്ചതെന്ന് കൂടെ നിന്നവർ ഒറ്റിയപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. എൻ്റെ 64 ആർട്ടിസ്റ്റുകളുണ്ട്. തള്ളി പറഞ്ഞ വേറൊന്നുമല്ല, എന്നിലെ ആക്ടറെ ഇവരും ഭയപ്പെടുന്നു എന്നുള്ളത്. ഹേറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ടോ നമ്മൾ വിജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ആ റൈഫിൾ ക്ലബിനേക്കാളും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വാണിജ്യം. അത് എൻ്റെ പടത്തിൽ ഷൈൻ ഒരു നല്ല വ്യക്തിയാണ്. ഞാൻ എവിടെയും പറയും, കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത വ്യക്തിയാണ് ഷൈൻ. എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെ. ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല, ഞാൻ ചേർത്ത് പിടിക്കും. കാര്യം നമസ്കാരം, സിനിമാടെക്കിലേക്ക് സ്വാഗതം. MA നിഷാദാണ് നമ്മളോടൊപ്പം തുടരുന്നത്. MA നിഷാദ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ നടനായിട്ട് അത്രയും ഹൈപ്പിൽ എത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണോ ശരിക്കും ഇതിന് പിന്നിൽ? ത്രൂ ഔട്ട് ഒരു കോട്ടയം ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള നല്ലൊരു കഥാപാത്രമായിരുന്നു. മഞ്ജു പിള്ളി ആയിട്ടൊക്കെയുള്ള ഒരു കോംബോ ആയാലും നല്ല തമാശക്ക് തമാശയുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. ആദ്യം അവസാനം കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. മനഃപൂർവ്വമായിട്ട് ആ നടനെ വളർത്താതിരിക്കാനുള്ള ഒരു അജണ്ട നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാളെ പർപ്പസ്ഫുള്ളായിട്ട് വളർത്താതിരുന്നാലും അതൊന്നും നടക്കത്തില്ല. എന്തെങ്കിലും കാലത്ത് അത് വരും. എനിക്ക് സംബന്ധിച്ചോളം ഇപ്പോഴും ഞാൻ പറഞ്ഞു, ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഞാൻ അഭിനയിക്കണമെന്നൊരു ആഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നേ നടനായനെ. ഞാൻ എൻ്റെ 10 വയസ്സിൽ ഇവരൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് കമലഹാസൻ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച ആളാണ്. അതിനപ്പുറമൊന്നും ഇല്ലല്ലോ, അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ അന്വേഷണത്തെ തുറക്കമെന്ന് പറഞ്ഞാൽ എൻ്റെ 10ാമത്തെ സിനിമയാണ് ഞാൻ അഭിനയിക്കുന്നത്. വാക്കെന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. മധുബാലിൻ്റെ സ്ക്രിപ്റ്റ് സുഹിത്ത് ഡയറക്ട് ചെയ്ത പടം. ഞാനും മനു ഹാസനും സുരാജ് വെഞ്ഞാറമൂടും സുധീർ കരമനയായിരുന്നു മെയിൻ. രതീഷ് അന്തരിച്ച നടൻ ശ്രീ രതീഷിൻ്റെ മകളും ഇളയ മോനും അഭിനയിച്ചു. പാർവതി രതീഷും പിന്നെ പ്രണവ് രതീഷും അഭിനയിച്ച പടം. അങ്ങനെ പിന്നെ കുറച്ച് സിനിമകളിൽ പിന്നെ വലിയ ചിറകുള്ള പക്ഷികൾ എന്ന് പറഞ്ഞ ഡോക്ടർ ബിജുവിൻ്റെ സിനിമ. അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ച ശേഷം ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ, ട്യൂമൻ എന്ന് പറഞ്ഞാൽ K. സതീഷ് ഡയറക്ട് ചെയ്ത, മാനുവൽ ക്രൂസ് ഡാർവിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഞാനും ഇർഷാദും കൂടെ പ്രധാന കഥാപാത്രം. ദുബായിലായിരുന്നു. ഒരു റോഡ് മൂവിയായിരുന്നു. ദുബായിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ റോഡ് മൂവിയായിരുന്നു. അതിനെനിക്ക് ഒരുപാട് അക്ലമേഷൻ കിട്ടി. യുണൈറ്റഡ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ദുബായിയുടെ ബെസ്റ്റ് ആക്ടർ കിട്ടി, ക്രിറ്റിക്സ് കിട്ടി. അതൊക്കെ ഒരു നടൻ എന്ന നിലയിൽ എനിക്ക്. പക്ഷേ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ PR വേണം. എനിക്ക് PR വർക്കൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ നടന്നു വരുമ്പോഴത്തേക്കിന് ഫോട്ടോ പിന്നെ വീഡിയോ എടുത്തിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഞാനൊരു നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് PR താല്പര്യമില്ല. എൻ്റെ ഓർഗാനിക്കായിട്ട് വരട്ടെ, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആക്ടർ എന്നുള്ളത് ഞാനൊരു ഗംഭീര ആക്ടറാണെന്നുള്ളത് അഭിപ്രായം. ഞാൻ ഐ യൂസ് ടു ബിഹേവ് ഇൻ സീൻസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതേ ഈ റിവ്യൂ എഴുതുന്ന ആൾ തന്നെ എന്നെ പ്രകീർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ആ പ്രകീർത്തനം കേട്ടുകൊണ്ട് ഞാൻ വല്ല ഹൈപ്രോദിക്കാനോ എന്നെ പിന്നെ വിമർശിച്ചാൽ ഞാൻ തളർന്നു പോകത്തുമില്ല. പക്ഷേ വേറൊരു യൂട്യൂബർ, അയാൾ പിന്നെ വളരെ മോശമായിട്ട് ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ അയാൾ വളരെ മോശമായിട്ട് പേർപ്പസ്ഫുള്ളി അയാൾക്കെന്തോ വെഞ്ചൻസ് ഉള്ളതുപോലെയാണ്. എനിക്ക് നിയമപരമായിട്ട് നേരിടാം. പിന്നെ അയാൾ ഒരിക്കലും മിണ്ടാത്ത രീതിയിലാക്കാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ അതും വളരെ കൂളായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഒരു നടൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഇന്നത്തെ സമൂഹത്തിൽ യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു ആക്ടിങ് പണ്ടത്തെ പോലെ. ഐസക് മാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ഇതുവരെ ആരോടും പറയാത്തതാണ്. നിങ്ങൾ എങ്ങനെ ചോദിച്ചോണ്ട് ഐസക് മാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ സമൂഹത്തിനടുത്ത എനിക്കറിയാവുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം. ഇന്ന് ഈസ് നോട്ട് നോ മോർ. എൻ്റെ ഫാദറായിട്ട് അടുത്ത സുഹൃത്തായിരുന്നു. എനിക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളായിരുന്നു. ഹി വാസ് എ ലേസി കോപ്പ്, ബട്ട് ഹി വാസ് വെരി കണ്ണിങ്, വെരി ഇൻ്റലിജൻറ്റ്. അദ്ദേഹത്തിൻ്റെ ജസ്റ്റേഴ്സാണ് ഞാൻ എടുത്തത്. 50 വയസ്സുള്ള അല്ലെങ്കിൽ 51 വയസ്സുള്ള ഒരു കഥാപാത്രമാണ് ഐസക് മാമൻ. ഐസക് 51 വയസ്സുള്ള ഒരാൾ ഓടുന്നത് പോലെയും നടക്കുന്നത് പോലെയും ഈ പറയുന്ന ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സിനെ എടുത്ത് നോക്കിയാൽ ഇച്ചിരി വയറൊക്കെ ഉള്ള DYSP അല്ലേ ഉള്ളൂ. അല്ല, ഞാൻ IPS ഓഫീസേഴ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, SI ആയിട്ട് പൊതുസമൂഹത്തിൽ കാണുന്നത്. എങ്കിലും ഞാൻ 12 കിലോ കുറച്ചു ഐസക് മാമന് വേണ്ടി. അപ്പം ആ ഓഫീസർ ചെയിൻ സ്മോക്കറായിരുന്നു. ആ ചെയിൻ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ സുധീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സീക്വൻസിൽ ഞാൻ സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ലിസണിങ് ടു ഹിം, ബട്ട് അയാൾക്ക് തോന്നരുത് ഞാൻ ചിന്തിക്കാമെന്ന്. ഞാൻ നോക്കുന്നത്
ഒരു മിററിൽ അയാളുടെ പ്രതിബിംബമാണ്, അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നോക്കി ഞാൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സാധനം നമ്മുടെ കയ്യിൽ, ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ മുമ്പിലിരിക്കുന്ന ആളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തലയിൽ എന്തെങ്കിലും വേണം. ഇത് ഞാൻ പിന്നെ പോലീസ് ഓഫീസേഴ്സിൽ നിന്ന് സ്വായത്തമാക്കിയത്. എൻ്റെ പിതാവ് പോലീസ് ഓഫീസറായിട്ട് മാത്രമല്ല, പുള്ളി സീർട്ട് വലിക്കത്തില്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പോലീസ് ഈ സ്ക്രിപ്റ്റ് ഞാൻ ബെഹ്റ സാറുമായിട്ടും അതോടൊപ്പം തന്നെ ഷാനവാസ് സാറുമായിട്ടും ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഞാൻ, അതുകൊണ്ടാണല്ലോ രാമേന്ദ്രൻ സാറിനെ പോലെ ഫോമർ പോലീസ് ചീഫ്, അതായത് പിന്നെ കോട്ടയത്തിൽ രാമേന്ദ്രൻ സാറിനെ പോലെ ജോർജ് ജോസഫ് സാറിനെ പോലെയുള്ള ആളുകളൊക്കെ പ്രസ് കോൺഫറൻസ് വിളിച്ച് ഈ സിനിമയെ പറ്റി നല്ലത് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, അവർക്ക് അത്രമാത്രം വിഷമമായി ഇപ്പോൾ ഈ ഡീഗ്രേഡിങ് കണ്ടിട്ട് അവർ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ആക്ടർ, ഞാൻ പിന്നെ ഒരു DYSP ഒരു സ്ഥലത്ത് പോയി മറ്റൊരു സ്ഥലത്ത് പോയി മറ്റൊരു SP യുടെ ഒരു IPS ഓഫീസർ, ഇപ്പോൾ സമുദ്രക്കരി സാർ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ബോഡിയും എല്ലാം നല്ല വെൽ ബിൽറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ച് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ പ്രതികളെ പിടിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് PT ഉഷ ഓടുന്ന പോലെ ഓടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ ഞാൻ ഐ വിൽ ഗീവ് ഇറ്റ് എ ട്രൈ. ഞാൻ അതിനു വേണ്ടി എൻ്റെ ബോഡി ഇതാക്കിയിട്ട് ഞാൻ അത്രമാത്രം ഈ കഥാപാത്രത്തിന് ഇതാണ് ആവശ്യം, അതാണ് ഞാൻ ചെയ്തത്. ഓരോന്നായിട്ട് ഞാൻ ചോദിക്കാൻ, എൻ്റെ വിമർശകരോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഐസക് മാമനും P. ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട്. എല്ലാവരും കൂടി എഴുതുന്നത് ഓരോ ക്വസ്റ്റ്യനിങ്ങും, സുധീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, P. ശ്രീകുമാറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ശിവതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എല്ലാം ഡിഫറൻ്റാണ്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ രീതിയാണ്. അത് എനിക്കറിയാം, ഐ ആം യൂസ് ടു ഇറ്റ്. കാരണം ഞാൻ വരുന്ന ആ ഒരു ഫാമിലിയിൽ നിന്നാണ്. എനിക്കറിയാം എൻ്റെ ചുറ്റും എന്നെ സഹായിക്കാൻ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, പറഞ്ഞുതരാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊന്നും കാണാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരാൾ പറഞ്ഞത് സംതിങ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് ഷേക്സ്പിയറിൻ്റെ ഒരു ഇതാണ്. അത് പറയാൻ പാടില്ലേ? അത് പറഞ്ഞതിനെ വിമർശിച്ചവരോടൊക്കെ ഞാൻ എന്ത് പറയാൻ? ഒന്നത്. രണ്ട്, പിന്നെ മുകേഷ് ചെയ്യുന്ന ക്യാരക്ടർ IG യുടെ ക്യാരക്ടർ. ഞാൻ വളരെ ചെറിയ DYSP ആയിട്ടിരിക്കുക, അദ്ദേഹമായിട്ടുള്ള അപ്പോൾ ക്രൈംബ്രാഞ്ച് IG ആണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കിന് ഞാൻ പറയുന്നുണ്ട്, സാർ ഇങ്ങനെ DNA അനാലിസിസിൻ്റെ റിസൾട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വാട്ട് യു മീൻ എന്ന് പറഞ്ഞു. പുള്ളി വളരെ നന്നായിട്ടല്ലേ പെർഫോം ചെയ്യും. വാട്ട് യു മീൻ എന്ന് ചോദിക്കുമ്പോൾ ഐ മീൻ വാട്ട് ഐ സെഡ്, അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെ ഒരു പോലീസ് ഓഫീസറും പറയത്തില്ല, സാർ ഐ മീൻ വാട്ട് ഐ സെഡ് എന്ന്. വളരെ അതിൽ വിമർശനം കണ്ടെത്തിയവന്മാരോടൊക്കെ ഞാൻ എന്ത് പറയാനാണ്? ഒരു പോലീസ് ഓഫീസറിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് ഒരു പോലീസ് ഓഫീസർ, പ്രത്യേകിച്ച് ഒരു IG യുടെ പോസ്റ്റ് നിൽക്കുന്ന ഒരാളെടുത്ത് ഒരിക്കലും ഒരു DYSP ഈ കയറി പിന്നെ അയാളുടെ ഷോ കാണിക്കത്തില്ല. അയാൾ അതിൻ്റെ ആ റെസ്പെക്റ്റും ആ ഒരു രീതിയിലും ഒരു ഞാൻ ഇതൊന്നും പറയാൻ ആഗ്രഹിച്ചല്ല. പക്ഷേ ഒരു തരത്തിൽ പോലും എന്നിട്ടും ഇവർ പറയുന്നു അയാളൊരു മോശം ആക്ടർ അല്ല എന്ന് പറയുന്നു. ഇത്രയും അയാളൊരു മോശം ആക്ടർ അല്ല, നല്ല ആക്ടറാണ്, അയാൾ എന്തിനാണ് അഭിനയിച്ചതെന്നാണ് ചോദിക്കുന്നത്. അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? ഞാൻ അഭിനയിക്കാൻ കൊതിച്ച് അഭിനയിച്ചൊന്നുമല്ല. ഇതിന് ഞാൻ ആദ്യം പിന്നെ മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അതായത് 3 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല. അത് ഞാൻ ദിലീഷ് പോത്തനോട് ചോദിച്ചു, പുള്ളിക്കും ഡേറ്റ് ഇല്ല, റൈഫിൾ ക്ലബ്ബ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി മുട്ടയടിക്കുന്നു എന്തൊക്കെ പറഞ്ഞു. ദിലീഷിനോട് ചോദിച്ചാൽ മതി, അവരോടും ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഇത് എല്ലാം ഞാൻ വിവരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈവൻ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു കാര്യം അതിന് മുമ്പ് ഞാൻ ഭാരത സർക്കസും ട്യൂമനും ചെയ്ത് ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അവാർഡ് ഉൾപ്പെടെ കിട്ടിയ. പക്ഷേ പിന്നെ ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് അല്ല നോക്കേണ്ടത്. അതായത് പടത്തിലെ നായകൻ ഷൈൻ ടോം ചാക്കോ, ഞാനല്ല. ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. എൻ്റെ സീനിയറാണ് സ്വാസിക, എൻ്റെ കൂടെയാണ് ഷെയ്ൻ സിദ്ദിഖും പിന്നെ ബിജു സോപാനും ദുർഗാകൃഷ്ണയൊക്കെ ഉള്ളത്. മുകേഷ് ഏട്ടനാണ് സീനിയർ. ആ ഒരു ഹൈറാർക്കി ക്രൈംബ്രാഞ്ചിനുണ്ട്. DYSP ആണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അത് ഞാനല്ലാതെ നാളെ സുരാജ് ആയാലും വേറെ ആര് ചെയ്താലും അതങ്ങനെ വരത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ആ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ വിമർശിച്ചത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിമർശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ആത്മരോഷം, ഒരു വിഷമം ഒക്കെ തോന്നിയിരുന്നു ആ സമയത്ത്. ഇത്രയും ഡീഗ്രേഡ് ചെയ്തപ്പോൾ അല്ല, പിന്നെ കൂടെ നിന്നവർ ഒറ്റിയപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു. എൻ്റെ കൂടെ നിന്നവർ ഒറ്റിയപ്പോൾ. കാരണം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 64 ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് എൻ്റെ കൂടെ നിന്ന് വളരെ വിരലിലെണ്ണാവുന്നവരേ ഉള്ളത്. ഈ 64 ആർട്ടിസ്റ്റുകളെ ഞാൻ അതേപോലെയാണ് ചേർത്ത് പിടിച്ചാണ്, ഒരു വലിപ്പച്ചെറുപ്പവും ഇല്ലാതെയാണ് ഉള്ളത്. അതിൽ ചിലരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞ വേറൊന്നുമല്ല, അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് എന്നിലെ ആക്ടറെ ഇവരും ഭയപ്പെടുന്നു എന്നുള്ളത്. ഒബ്വിയസ്ലി അപ്പോൾ എനിക്ക്, പക്ഷേ എനിക്ക് എൻ്റെ വളരെ കുറച്ച് പേര് മാത്രമേ കൂടെ നിന്നോളൂ. അവരിന്നും ഉണ്ട് എൻ്റെ കൂടെ, ഇന്നും ഞാനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മൾ ശത്രുക്കളെയല്ല ശരിക്കും പേടിക്കേണ്ടത്, കൂടെ നിന്ന് കാല് വാരുന്നവരാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചതി എന്നുള്ളതല്ല.
എല്ലാവരും ഇപ്പോൾ ആ പടം ഹിറ്റായിരുന്നെങ്കിൽ ഇവരെല്ലാവരും നമ്മളെ പ്രവചിച്ച് നടന്നേനെ. ആ പടം ഭയങ്കര ലെവലിൽ പോയെങ്കിൽ ആ പടം മോശമായപ്പോഴത്തേക്കിന് കൈ കഴുകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പിന്നെ സഹജമാണ്, മനുഷ്യ സഹജമാണ്, എല്ലാ മനുഷ്യരിലും ഉള്ളതല്ല. കുറച്ച് ഇൻറ്റഗ്രിറ്റി ഉള്ളവരൊന്നും അങ്ങനെ ചെയ്യില്ല. ഇൻറ്റഗ്രിറ്റി ഉള്ളവർ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു കോട്ട് കണ്ടായിരുന്നു, പഴയ ഹേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ എന്നെ ആരാധിക്കുന്നവരായി മാറി, ഇനി പുതിയ ഹേറ്റേഴ്സ് വരട്ടെ എന്ന്. ശരിക്കും ഹേറ്റേഴ്സ് ഒരു ചലഞ്ചായിട്ടാണോ ഏറ്റെടുക്കുന്നത്, ഈ ഹേറ്റേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാവുള്ള മാവേലേ കല്ലെറിയത്തുള്ളൂ. ഹേറ്റേഴ്സ് ഉണ്ടാവുമെന്നുണ്ടോ നമ്മൾ വിജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ഒരുത്തൻ നമ്മളെ കല്ലെറിയ അവന് സഹിക്കാൻ പറ്റാത്ത ഇത് അല്ലേ. നാളെ നിങ്ങളെ ഒരാൾ കല്ലെറിയാൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഹേറ്റേഴ്സിനെ ഭയങ്കരമായിട്ട് പിന്നെ സ്നേഹിക്കുന്നവരാണ്. ഹേറ്റ് ചെയ്തോട്ടെ, അത് ഹേറ്റ് ചെയ്യുന്നോളം നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അത് ഹേറ്റേഴ്സിൽ നിന്ന് ഇൻസ്പിറേഷൻ അല്ല, ഞാൻ ഇൻസ്പയർ ചെയ്യുന്നത് മുഴുവൻ സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. എനിക്ക് എന്നെ എത്രയോ മഹാരഥന്മാരായ സംവിധായകർ ചെയ്തു വെച്ച കലാസൃഷ്ടികളുണ്ട്, വേൾഡ് സിനിമകൾ. ഇപ്പോൾ എറിൻ ബ്രോക്കോവിച്ച് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നാണ് ഞാൻ നഗരത്തിൻ്റെ ത്രെഡ് എടുത്തത്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പകലെടുത്തിരിക്കുന്നത് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നപ്പം ഒരു യുവജന യാത്ര, അത് സാംസ്കാരിക മുന്നേറ്റ യാത്ര ആദ്യം ചെയ്തുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് വയനാട്ടിൽ ഒരു കർഷകൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നടന്നൊരു ഇൻസിഡൻറ്റ്, ഒരു മരണപ്പെട്ട ഒരു കർഷകൻ്റെ വീട്ടിൽ നിന്ന്, അവിടെ നിന്നാണ് ആ കഥ ഞാൻ ഡെവലപ്പ് ചെയ്തത്. സുസ്മേഷ് ചന്ദ്രവത്താണ് തിരക്കഥയും സംഭാഷണവും ചെയ്തത്. അപ്പോൾ ശരിക്കും നേരത്തെ ഒക്കെ പറഞ്ഞു, അത് എനിക്കും ഈ ആദ്യം തൊട്ട് അവസാനം വരെ ലാഗടിക്കാതെ കണ്ടൊരു സിനിമയാണ് അന്വേഷണത്തിൻ്റെ തുടക്കം. ശരിക്കും ഒരു പോലീസുകാരൻ ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഭരചന്ദ്രൻ IPS ആ മൂവി എടുത്താലും, ഇപ്പോൾ സുരേഷ് ഗോപി, മമ്മൂക്ക, ഇപ്പം പുതിയ നിരയിലേക്ക് വന്ന ടൊവിനോ തോമസ് ആയിക്കോട്ടെ, പൃഥ്വിരാജ്, ഇവരൊക്കെ ഒരു 6 പാക്ക് അങ്ങനെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോലീസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് മലയാള സിനിമ അങ്ങ് അതുപോലെ അങ്ങ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണം. അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിഷാദക്കൊക്കെ ഇങ്ങനെ കല്ലെറിയലും അങ്ങനെ കിട്ടേണ്ടി വന്നത്? നോക്കൂ, അവരെയായിട്ടൊന്നും അവരൊക്കെ സൂപ്പർ സ്റ്റാർസാണ്, അവരൊക്കെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഇതാണ്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയാണ് ചെയ്തത്. അവർക്ക് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സൂപ്പർ സ്റ്റാർസും മെഗാ സ്റ്റാർസുമാണ്. അവർ ജനങ്ങളിൽ അവരോട് സ്നേഹമാണ്, അവരോട് ആരാധനയാണ്. ഞാനൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഒരിക്കലും അന്വേഷണ തുടക്കത്തിൽ ഞാനല്ലല്ലോ നായകൻ. അത് കഥ വായിച്ചാലും തിരക്കഥ വായിച്ചാലും സിനിമ, പിന്നെ ഞാൻ പെർഫോം ചെയ്ത് എൻ്റെ കുഴപ്പമല്ലല്ലോ. നമ്മൾ ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മികച്ച നടനാണെന്നല്ല പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു പിന്നെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു, അതുകൊണ്ടാണ് ഓഫീസേഴ്സ് പ്രസ് കോൺഫറൻസ് നടത്തിയത്. എനിക്ക് ഈ താഴെ വന്ന് നമ്മൾ പിന്നെ ഫേക്ക് ID വന്ന് ഈ പുനലൂരുള്ളൊരു വിദ്വാൻ, നമ്മുടെ നാട്ടിലുള്ള വിദ്വാൻ, ആസ്ഥാന നടനൊക്കെയാണല്ലോ, പുള്ളി ഫേക്ക് ID വന്നിട്ട് എനിക്കെതിരെ തെറി പറയുന്നുണ്ട്. ഞാനത് കണ്ടുപിടിച്ചിട്ടുമുണ്ട്, പക്ഷെ ഞാനത് പ്രതികരിക്കാൻ പോലും പോയിട്ടില്ല. എന്ത് കാര്യത്തിന്? അതാണ് ഫ്രസ്ട്രേഷൻ. പക്ഷെ ആ സിനിമ ആണോ നമുക്ക് മനസ്സിലാവും. വേറെ നടൻ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അഭിനയം കൊണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് ഇക്കയെ തന്നെയാണ്. അത് ആ പെർഫോമൻസും ഉണ്ട്. വാണിയുടെ സ്വാഗ് ഗംഭീരമായിട്ട് ചെയ്തില്ലേ. ഇപ്പം അതിനുശേഷമുള്ള റൈഫിൾ ക്ലബിനേക്കാളും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് വാണി വിശ്വനാഥ് എൻ്റെ പടത്തില്ല. അതെ അതെ, തീർച്ചയായും ഒരു റീ എൻട്രി ആ മൂവി. ആരൊക്കെ ഇനി എന്തൊക്കെ പറയാം, കണ്ടടച്ചിട്ടാക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ സമുദ്രകനി സാറ് വളരെ മനോഹരമായി ചെയ്തു. ആ സിനിമയിൽ എല്ലാവരും ചെയ്തു. മഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ. മഞ്ജു നല്ല അസാധ്യമായിട്ട് പെർഫോം ചെയ്തില്ലേ. പിന്നെ സായി ചേട്ടൻ, സായികുമാർ ചേട്ടൻ, ജോണി ആൻ്റണി, പിന്നെ ഇർഷാദ് നന്നായിട്ട് ചെയ്തു, ഷാജോൺ, നസീർ, ആരാ മോശം, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, സ്വാസിക, ശിവദ, ഇവരൊക്കെ മനോഹരമായി ചെയ്തില്ല. ആരും മോശമാക്കിയിട്ടില്ല. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൈലാഷ് നന്നായിട്ട് ചെയ്തില്ല. ശരിക്കും എനിക്ക് ആ സിനിമയിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എന്താ പറയുക, നിഷാദിക്കയുടെ ക്യാരക്ടർ തന്നെയാണ്. അത് ഞാനല്ലാതെ വേറൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ഐസക് ബാമൻ എന്നുള്ള ക്യാരക്ടറിനോട് ആൾക്കൊരു ഇഷ്ടം വരും. കാര്യം അയാളൊരു ലീഡിങ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറല്ലേ, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മളെക്കൊണ്ട് മാക്സിമം ഞാൻ പറഞ്ഞത് എനിക്ക് പരിചിതമായ ഒരാളാണ്, സമൂഹത്തിൽ നിന്ന് തന്നെ ആണ് ഞാൻ ആ ക്യാരക്ടർ എടുത്തത്. അതുകൊണ്ട് എനിക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ശരിക്കും ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ ഭാരത് സർക്കസിലാണെങ്കിലും ഷൈൻ ടോം ചാക്കോ എപ്പോഴും ഇക്കയുടെ എല്ലാ പടങ്ങളിലും ഷൈൻ ടോം ചാക്കോക്ക് ഒരു സ്പേസ് കൊടുക്കാറുണ്ട്. ഭാരത് സർക്കസ് സോഹൻ സീനിലല്ല ഡയറക്ട് ചെയ്തോ, ഞാൻ അഭിനയിച്ചതാണ്. അങ്ങനെയല്ല, ഷൈൻ ടോം ചാക്കോനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൽ കണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ഷൈൻ ഒരു നല്ല വ്യക്തിയാണ്. ഞാൻ എവിടെയും പറയും, കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത വ്യക്തിയാണ് ഷൈൻ. എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല, ഞാൻ ചേർത്ത് പിടിക്കും. കാര്യം ഇത്ര പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറില്ല. ഗംഭീര ആക്ടറല്ലേ, എന്താ സംശയം? ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ തന്നെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതുണ്ട്. ഇപ്പോൾ ഞാൻ
ഭാരത് സർക്കസിൽ അഭിനയിക്കുമ്പോൾ ഭാരത് സർക്കസിലാണ് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഭയങ്കര രസമാണ്. അതായത് ഞാൻ പ്രതീക്ഷിക്കാതെ അവനൊരു സാധനം ഇടും, അവൻ പ്രതീക്ഷിക്കാതെ ഞാൻ ഒരു സാധനം. അപ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ടൈമിംഗ് നല്ലതാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു പടം ഞാൻ അഭിനയിച്ചിട്ട് വരുവാണ്, അംഗം മട്ടഹാസം എന്ന് പറഞ്ഞ സുജിത്ത് നായർ. അതിൽ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഷൈനുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി, ഞാനൊരു ആക്ടർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന നിലയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അവന് 100 മാർക്ക് കൊടുക്കും. പറയുന്നതൊക്കെ സത്യങ്ങളാണ്, ഒരു ചതിയനല്ല. ഈസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അയാൾ ഹൃദയം കൊണ്ട് നന്മയുള്ളവനാണ്. 2 ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ്. പിന്നെ ആക്ടർ എന്ന നിലയിൽ ഏത് കഥാപാത്രം അയാൾ മോശമാക്കിയിരിക്കുന്നത്? നാളത്തെ ഒരു മുരളിച്ചേട്ടൻ്റെയൊക്കെ ലെവലിൽ വരാവുന്ന ഒരു ആക്ടറാണ് ഷൈൻ ടോം ചാക്കോ, യാതൊരു സംശയമില്ല. ആ സ്വതസിദ്ധമായ ഒരു ശൈലി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. അത് നോക്കൂ, അത് പിന്നെ ഓരോ ഡയറക്ടേഴ്സും ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പം കുറിപ്പിലൊരു അതിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടല്ലേ അന്വേഷണത്തിലൊക്കെ ചെയ്ത്. അന്വേഷണത്തിലൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ഷൈൻ ടോം ചാക്കയാണോ? ആ ജസ്റ്റേഴ്സ് ഒന്നുമില്ലല്ലോ. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് അംഗാട്ടഹാസിക്കും. ഞാനിപ്പോൾ കുറച്ച് സീക്വൻസ് അതിനകത്ത് കണ്ടിരുന്നു. ഐ കൻ ഡു നല്ല. ഇപ്പോൾ ഇതിലാണെങ്കിലും കോട്ടയം ക്രൈംബ്രാഞ്ചിനെ കോട്ടയം ക്രൈംബ്രാഞ്ചിനെയാണോ കേസ് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നൊരു ശരിക്കും ആ പോലീസുകാരൻ അതൊക്കെ നേരിട്ട് തന്നെയാണോ കോട്ടയം ക്രൈംബ്രാഞ്ച് DYSP ആയപ്പോൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും? അത് അങ്ങനെ തന്നെയാണോ റിയൽ ലൈഫ്? അതങ്ങനെയല്ല. അതായത് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, കോട്ടയം ക്രൈംബ്രാഞ്ചിൽ അധികം കേസുകൾ വരാറില്ല. അപ്പോൾ ഈ ഇച്ചിരി ഉഴപ്പുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനാണ്. DCRB, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, അങ്ങനെയൊക്കെ ഉള്ള പോലീസിൽ തന്നെ പല ഇതുണ്ടല്ലോ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ കൂടുതൽ മെയ്യനങ്ങാതെ ഞാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലത്തുള്ള ഇത്. ഇപ്പോൾ കോട്ടയം ക്രൈം ബ്രാഞ്ച് ഞാൻ അതുപോലെ ഇപ്പോൾ DCRB എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും പറ്റത്തില്ല. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വഴിയില്ല. അങ്ങനെ ചോദിച്ച് പിടിച്ച് പോകുന്നവരൊക്കെ ഉണ്ട് പോലീസിൽ. അപ്പോൾ ഈ ക്രൈം ബ്രാഞ്ചിൽ എന്ന് പറഞ്ഞാൽ ക്രൈം ബ്രാഞ്ചിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയതുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്, കുഴപ്പി കിടക്കുന്ന ആളുകളുണ്ട്, ബ്യൂട്ടി പാർലറിൽ മാത്രം പോകുന്ന IPS ഉദ്യോഗസ്ഥകളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒരു എക്സാഗ്രേറ്റഡ് വേർഷൻ വേണമെങ്കിൽ പറയാം. ശരിക്കും മഞ്ജു പിള്ളയായിട്ട് അതിൽ നല്ല രസകരമായിട്ടുള്ള വൈകുന്നേരം പോയി വെള്ളം അടിച്ചതിന് ശേഷം ശരിക്കും കോട്ടയം അച്ചായനും തനി അച്ചായത്തിയും ശരിക്കും മഞ്ജു പിള്ളയെ പോലെ ഉള്ള ആൾക്കാരെ അവിടെ അറിയോ? 2 പെഗ് അടിച്ചാൽ മാത്രമേ കോട്ടയം അച്ചായത്തിമാർ അതുപോലെ ഒരു വക്ക അച്ചായത്തിയാണെന്ന് പറയാൻ പറ്റുന്നത്. അതായത് പിന്നെ മഞ്ജുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, നീ ചെയ്താലേ ഞാൻ ഈ പടം ചെയ്യത്തുള്ളതുവരെ പറയും. തമാശയ്ക്ക് പറഞ്ഞത്. കാര്യം മഞ്ജു ആണ് ആ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും യോഗ്യത. കാരണം ഒന്ന്, ആ സ്ലാങ് നന്നായിട്ട് പിടിക്കും. എനിക്കും പറ്റും. എൻ്റെ ഫാദറിൻ്റെ വീട് കോട്ടയം താഴത്തങ്ങാടിയാണ്. മഞ്ജു ഏറ്റുമാനൂരാണ്. എനിക്ക് വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ് മഞ്ജു. ഒരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരിയായിട്ടുള്ള എൻ്റെ ഫാദറും മഞ്ജുവിൻ്റെ ഫാദറും ഒക്കെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥാപാത്രം പറയുമ്പോൾ ഈ കോട്ടയം കൾച്ചർ എന്ന് പറഞ്ഞാൽ, കോട്ടയത്തുള്ള എല്ലാവരും വെള്ളമടിക്കുന്നതല്ല ഞാൻ പറഞ്ഞ കേട്ടോ, പൊതുവേ കോട്ടയത്തുള്ളതിൻ്റെ ഒരു ഭയങ്കര ചങ്കുറപ്പാണ്. അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ 2 അടിക്കുക. അതുകൊണ്ട് വേറൊന്നുമല്ല, വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ മദ്യപിക്കാത്ത ഞാനും മഞ്ജു, ഞങ്ങൾക്കത് ആ ഒരു ചലഞ്ചാണ്. ആ സാധനം കാര്യം, ആ ഒരു സ്ലാങ്ങും ആ രീതിയും അത് തീർച്ചയായിട്ടും ജോണി ആൻ്റണിയുടെ ക്യാരക്ടറും അതോടനുസരിച്ച് കാര്യം അയാളും ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ, ഈ ഒരു ഊഷ്മളത ഫാമിലി ലൈഫിലും തൊട്ടടുത്തുള്ളവരോടൊക്കെ, അത് പോലീസ് ഓഫീസർ എന്ന നിലയിലല്ല, അല്ലാതെ ഉള്ളൊരു ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞാൻ അതേപോലെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്. ഒരുപാട് ചിരിപ്പിച്ചൊരു മൂവിയാണ് അയ്യർ ഇൻ അറേബ്യ. ഉർവശി ചേച്ചിയും മുകേഷ് ചേട്ടനും അതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അതും ഒരു എന്താ പറയുക, പ്രതീക്ഷിച്ചത്ര അത് മാർക്കറ്റിങ്ങിന് വന്ന പിഴവാണ്. പക്ഷേ ഇപ്പോൾ അത് OTT-യിലേക്കൊക്കെ പോകാനുള്ള ഇത് പലർക്കും ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി പടം. പക്ഷേ നിഷാദക്കയുടെ പടങ്ങളൊക്കെ നല്ല മൂവീസാണ്. പക്ഷെ അത് പ്രതീക്ഷിച്ചത്ര ഒരു വിജയം അതിന് നേടാൻ പറ്റുന്നില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഭാവമാണ്. ഇപ്പം അയ്യർ ഇൻ അറേബ്യയിൽ പറ്റിയത് മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. മാർക്കറ്റിങ്ങിൽ പുതിയ കുറച്ച് ആളുകൾ വന്ന് അതിൻ്റെ അകത്തോട്ട് കയറി അത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടത്താൻ പോയിട്ട് അമ്പേ പരാജയപ്പെട്ടു. ഞാൻ പിന്നെ ഒരു എന്താ പറയുക, ഒരു കാഴ്ചക്കാരനെ പോലും നിൽക്കേണ്ടി വന്നു. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ അടുത്ത പടം എൻ്റെ തന്നെ കേരള ടോക്കീസിൻ്റെ ബാനറിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, കുറച്ച് ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ട്. വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും. ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ന് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെ. കൊമേഴ്ഷ്യൽ എലമെൻസും ഒക്കെ ആയിട്ട് വെച്ച് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ, ഇന്ദ്രൻസ് ചേട്ടനും
സൈജുവും ഒക്കെയാണ് അതിനകത്ത് മെയിനായിട്ടൊക്കെ വരാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് ഉർവശി ചേച്ചിയെ പൊതുസമൂഹം വിലയിരുത്തി. ഇന്നത്തെ നടിമാരെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു പ്രയോഗം ചെയ്യുന്നത് ഉർവശി ചേച്ചിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാ വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയാണ്. ഉർവശിയോളം ഒരു നടി മലയാളം കണ്ടിട്ടില്ല. അതൊരു വസ്തുത തന്നെയാണ്. എല്ലാത്തരം വേഷങ്ങളും അവർ ചെയ്യും. ഇപ്പോൾ എൻ്റെ 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഹ്യൂമറാണെങ്കിൽ ഹ്യൂമർ, സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ്. ഇപ്പോൾ ഉള്ളൊഴുക്ക് കണ്ടില്ലേ, ഉള്ളൊഴുക്കിൽ നിന്ന് എൻ്റെ ഡിഫറെൻ്റ് അയ്യറിൻ അറേബ്യ. അങ്ങനെ പിന്നെ ഉർവശി എന്ന നടി ഒരു ലേഡി മോഹൻലാലാണ് എന്ന് ഞാൻ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗിഫ്റ്റഡാണ്, നാച്ചുറൽ ആക്ട്രസ്. അത് തമിഴ് പടമാണെങ്കിലും തെലുങ്ക് പടമാണെങ്കിലും മലയാളം ഏത്, ഇനിയിപ്പോൾ നാളെ ഒരു ഹോളിവുഡ് സിനിമയിൽ പോയിട്ട് ഈ ഒരു ക്യാരക്ടർ അവരുടെ കൊടുത്താൽ ഭദ്രമായിരിക്കും. അവരുടേതായ രീതിയിൽ അത് സൂര്യയുടെ കൂടെയൊക്കെ നിങ്ങൾ ഏത് സിനിമ എടുത്തു നോക്കും, കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമലഹാസന് ഭയം പുറത്ത് നിൽക്കുന്ന ഉർവശിയാണെങ്കിലാണെന്നാണ്. വേറൊരു നായിക നടിയും അദ്ദേഹത്തിന് ഭയമില്ല അഭിനയിക്കുമ്പോൾ. ഉർവശി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ഞാൻ അയ്യറിൻ അറേബ്യയിൽ ഞങ്ങളൊരു സീനിൽ അഭിനയിച്ചു. ഞാനും മുകേഷ് ചേട്ടനും, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. മുകേഷ് ചേട്ടനും ഞാനും ഉർവശിയും ധ്യാനും കൂടി ഒരു സീൻ, അത് ഞാനും ഉർവശിയും കൂടി ക്രിയേറ്റ് ചെയ്തെടുത്ത. ഞാൻ വേറെ ആർട്ടിസ്റ്റ്, ഞാൻ സത്യം പറയാൻ രഞ്ജി പണിക്കരേട്ടനെ ഗസ്റ്റായിട്ട് വിളിക്കാം എന്നുള്ളതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിന് എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഉർവശി ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആരും വേണ്ട, താൻ തന്നെ ചെയ്താൽ മതി, നിഷാദനങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാര്യം നമുക്കത് ഗിവ് ആൻഡ് ടേക്ക് ഒരിതുണ്ടല്ലോ, അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റേ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വരുന്നത്, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് ഇതേ പ്രശ്നം തന്നെ എനിക്കുള്ളത്. അത് ഞങ്ങൾ പിന്നെ ആദ്യം ആ സീൻ ഇല്ല, പക്ഷെ ആ സീൻ പറഞ്ഞു പോന്നേ ഉള്ളായിരുന്നു. അതെ. ഞാൻ രഞ്ജി പണിക്കരെയാണ് ആ ക്യാരക്ടർ ചെയ്യാം. അപ്പോൾ പുള്ളിക്ക് എന്ത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ കാര്യമേ ഉള്ളായിരുന്നു. പിന്നീട് ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഉർവശി ചേച്ചിയെ പോലെയുള്ള നടിമാരൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരാറുണ്ടാവില്ല? ഒന്നുമില്ല. എന്നോട് എപ്പോഴും പറയും താരങ്ങൾ ഒരുപാട് വെക്കുന്നത്. ഞാൻ താരങ്ങളല്ല, ഞാൻ ആർട്ടിസ്റ്റുകളെ വെക്കുന്നത്. ഇപ്പോൾ കിണർ എന്ന് പറഞ്ഞ സിനിമയിൽ ജയപ്രദ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് അർച്ചന എന്ന് പറഞ്ഞാൽ 2 തവണ നാഷണൽ അവാർഡ് മേടിയ പിറവിയിലൊക്കെ അഭിനയിച്ച അർച്ചന മാഡം വന്നിട്ട് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പശുപതി സാറ് അതിനകത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റീമേക്ക് ചെയ്ത്, ഡബ്ബിങ് അല്ല, റീമേക്ക് ചെയ്തപ്പോൾ ഇവരൊക്കെ രേവതി ഉണ്ടായിരുന്നു. റീമേക്ക് ചെയ്തപ്പം പിന്നെ അർച്ചനയ്ക്ക് പകരം അനുഹാസനായിരുന്നു തമിഴിൽ വന്ന്, പശുപതി സാറിന് പകരം പാർത്ഥിപൻ സാർ വന്നു. രഞ്ജി പണിക്കർ ചെയ്ത ക്യാരക്ടർ നാസ സാറാണ് ചെയ്ത്. പിന്നെ MS ഭാസ്കർ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, തലൈവാസൽ വിജയ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഉർവശി ചേച്ചിയൊക്കെ ശരിക്കും അതിൽ അഭിനയിച്ചപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും നല്ല നിമിഷമുണ്ട്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും? ക്ലൈമാക്സിൽ ധ്യാനെ കണ്ടു കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് ഞാനും ഉർവശി ചേച്ചിയും കൂടി ഇരുന്നിട്ട് അത് ആ ഒരു സീൻ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെയാണ് വേണ്ടത്. ഡയലോഗ് ഞാൻ എഴുതിയിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഡയലോഗ് നോക്കണ്ട, ചേച്ചിക്ക് ഇതിൻ്റെ ആ ഒരു ഇത് മാത്രം ഉൾക്കൊണ്ടിട്ട്, ആ ഒരു ഫീൽ ഉൾക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ്, ആ ഡയലോഗിൻ്റെ സിറ്റുവേഷനും മറ്റു കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഇഷ്ടമുള്ളത് എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അത് നന്നായിട്ട് ഡെലിവറി ചെയ്യും. ഞാൻ എഴുതിയ ഡയലോഗല്ല, 1-2 സാധനങ്ങളേ ഉള്ളൂ ഞാൻ എഴുതിയ ഡയലോഗ്. ബാക്കി അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് അവർ പറഞ്ഞാണ്. അതാണ് ഒരു ആക്ടർ. അത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉർവശിയോളം ഒരു നടി മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഇനി ആരെയും, ഉർവശി, ശോഭന, ഇവരൊക്കെയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല നടിമാരായി. ശരിക്കും അങ്ങനെ മഞ്ജു നല്ല ആർട്ടിസ്റ്റ് ആട്ടോ. ഇനി മഞ്ജു വാര്യർ അതെ, മഞ്ജു പിള്ള അതെ. ആബിജ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ആബിജ ഇപ്പോൾ എൻ്റെ അടുത്ത പടത്തിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല.